കാസർഗോഡ് പഴയചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന റിയാസ് മൗലവി വധക്കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാർച്ച് 20 വിധി പറയാൻ മാറ്റിയത്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീഖ്, എന്തുകൊണ്ടാണ് വിധി പറയുന്നത് വീണ്ടും മാറ്റിയത്? കഴിഞ്ഞ മാസം 29-ാം തീയതി വിധി പറയാനാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീയതി പ്രഖ്യാപിച്ചിരുന്നത്. അന്നേ ദിവസം ജഡ്ജിൻ്റെ അസൗകര്യം കാരണം ഇന്നത്തേക്ക് വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും മാർച്ച് 20 വിധി പറയുന്നത് മാറ്റിയിരിക്കുന്നു. മാർച്ച് 20, 2017 മാർച്ച് 20 റിയാസ് മൗലവി പുലർച്ചെ കൊല്ലപ്പെടുന്നത്. സംഘപരിവാർ പ്രവർത്തകരായ 3 പേർ പള്ളിയുടെ അകത്തുള്ള താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി കഴുത്തറുത്ത് കൊന്നു എന്നതാണ് കേസ്. 3 പ്രതികൾ ഇപ്പോഴും ജയിലിനകത്ത് തന്നെയാണ്. കഴിഞ്ഞ 7 വർഷമായി ജാമ്യം ലഭിക്കാത്തതിനാൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. 3 ദിവസത്തിനകമാണ് അന്നത്തെ അന്വേഷണ സംഘം ഈ പ്രതികളെ പിടിച്ചിരുന്നത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 3 ദിവസം സംഭവം നടന്ന 3 ദിവസത്തിനകം തന്നെ പ്രതികളെ പിടികൂടിയത്. അതിനുശേഷം കാസർഗോഡ് ജില്ലയിൽ സമാനമായ സ്വഭാവത്തിലുള്ള സംഘർഷങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ രൂപത്തിലുള്ള ഈ പ്രതികൾ ഇതുവരെയും ജാമ്യം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ജയിലിനകത്താണ്. ഇതിൽ കുറ്റപത്രത്തിൽ കൃത്യമായി ഇത് സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്നതിന് ബോധപൂർവമായ ഒരു ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമെന്ന് പരാമർശിക്കുന്നുണ്ട്. ആ സ്വഭാവത്തിൽ വലിയ ഗൗരവമുള്ള ഒരു കേസാണ്. ആ കേസാണ് ഇപ്പോൾ വീണ്ടും മാർച്ച് 20 വിധി പറയുന്നത് മാറ്റിവെച്ചിട്ടുള്ളത്. പുതിയ സാഹചര്യത്തിൽ വീണ്ടും വിധി പറയുന്നത് മാറ്റിവെക്കാനുള്ളൊരു സാധ്യത നിയമരംഗത്തുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാവണം ഇത്തരത്തിൽ വിധി പറയുന്ന തീയതി മാറ്റിവെക്കുന്നത് എന്നാണ് നമുക്ക് നിയമവിദഗ്ധരിൽ നിന്ന് ലഭ്യമാവുന്ന, അനൗദ്യോഗികമായി ലഭ്യമാവുന്ന വിവരം. മറ്റൊരു കാരണവും ഇന്ന് വിധി മാറ്റിവെക്കുന്നതിന് പറഞ്ഞിട്ടില്ല. ഈ റിയാസ് മൗലവി കൊല്ലപ്പെട്ടതിനു ശേഷം കാസർഗോഡ് ജില്ലയിൽ സമാനമായ സ്വഭാവത്തിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിൽ മാതൃകാപരമായ ഒരു ശിക്ഷ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ജനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. കർണാടക കുടക് സ്വദേശിയായ റിയാസ് മൗലവി കാസർഗോഡ് പഴയചൂരി എന്ന് പറയുന്ന പ്രദേശത്ത് വരികയും അവിടെയുള്ള മദ്രസയിൽ അധ്യാപകനായിരിക്കെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം നടന്നത്. മാർച്ച് 20 പുലർച്ചെയായിരുന്നു അത്തരം ഒരു കൊലപാതകം നടന്നത്. വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന ഈ പ്രതികളായ 3 പേരുമായി യാതൊരു തരത്തിൽ ബന്ധമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. അന്ന് രാത്രി ഈ പ്രതികൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം മതവിശ്വാസിയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് അത്തരത്തിലൊരു കൃത്യം നടത്തിയത് എന്നും കുറ്റപത്രം സൂചിപ്പിക്കുന്നുണ്ട്. സാമുദായിക സംഘർഷമുണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ഈ പ്രതികളുടെ ഉദ്ദേശം. സാമുദായിക സംഘർഷമുണ്ടാക്കാൻ വേണ്ടി വളരെ ഗൂഢമായി നടത്തിയ ഒരു പദ്ധതി എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 3 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതികളെ അന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ കേസിൽ റിയാസ് മൗലവിയുടെ വധക്കേസിൽ വിധി പറയുന്നത് ഈ മാസം 20 ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാറ്റിയിരിക്കുന്നത്. ശരി, റിയാസ് മൗലവി വധക്കേസിൽ മാർച്ച് 20 വിധി പറയും.